അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ മയ്യിൽ പോലീസ് സ്റ്റേഷൻ. വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിലിരുന്ന് ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് പോലീസുകാർ. സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ ചെക്കിക്കുളം റോഡിൽ റവന്യൂ ഭൂമി അനുവദിച്ച് ഉത്തരവ് വന്നെങ്കിലും നടപടികൾ ഫയലുകളിൽ ഒതുങ്ങുകയാണ് ഇപ്പോഴും. വാടക കെട്ടിടത്തിന്റെ ചുവരുകളിൽ തടച്ചിടാൻ വിധിക്കപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനാണ് മയ്യിൽ പോലീസ് സ്റ്റേഷൻ. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. 2010 ഒക്ടോബറിലാണ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായത്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പഴയ ഇരുനില വീടാണ് പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയത്. വനിതാ പോലീസ് ഉൾപ്പെടെ 40ഓളം പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും മെയ് മാസം പകുതിയോടെ ഇവരുടെ ആശങ്കകൾ ഏറിവരും. മഴയിൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂര, ഇടുങ്ങിയ മുറികളിൽ ഇഴജന്തുക്കളുടെ ഭീഷണി, അങ്ങനെ ഇല്ലായ്മകൾ ഒരുപാട്. സ്വന്തമായി ലോക്കപ്പില്ലാത്ത സ്റ്റേഷൻ കൂടിയാണ് മയ്യിൽ പോലീസ് സ്റ്റേഷൻ. ഇവിടെ കസ്റ്റഡിയിലെടുക്കുന്നവരെ വർഷങ്ങളായി ചക്രക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയാണ് പതിവ്. സ്ഥലപരിമിതികൾ കാരണം പോലീസുകാർ വരാന്തയിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. മുറികളിൽ നിറയെ ഫയലുകൾ മാത്രം. 15 സെന്റ് ഭൂമിയിൽ സ്റ്റേഷനു ചുറ്റും കസ്റ്റഡി വാഹനങ്ങളുടെ ശവപ്പറമ്പായിട്ട് വർഷങ്ങളായി. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ചെക്കിക്കുളം റോഡിൽ റവന്യൂ ഭൂമി അനുവദിച്ച് ഉത്തരവ് വന്നെങ്കിലും നടപടികൾ ഫയലുകളിൽ ഒതുങ്ങുകയാണിപ്പോഴും. മയ്യിൽ പഞ്ചായത്തിൽ വളരെയധികം നിവേദനങ്ങളും മറ്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നൽകി സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സ്റ്റേഷൻ നമുക്ക് വാടക കെട്ടിടത്തിലും അനുവദിച്ചത്. നമുക്കറിയാം, ഏകദേശം 20 വർഷം മുമ്പാണ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇവിടെ സ്റ്റേഷൻ വാടക കെട്ടിടത്തിൽ തുടങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെ ഒരു സൗകര്യപ്രദമായ ഒരു കെട്ടിടമല്ല. കാട് കൂടിയ ഒരു പ്രദേശത്ത് നടുക്കുള്ള ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടത്തിലാണ് ജനങ്ങളെ കാക്കേണ്ട നിയമപാലകർ കഴിയുന്നത്. അവർക്ക് ആവശ്യമായ സൗകര്യമൊരുക്കണമെന്ന് നമ്മൾ സർക്കാരിലേക്ക് അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ ഈ പോലീസ് സ്റ്റേഷൻ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി സ്വന്തമായി ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടി ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോഴും അത് ഇഴഞ്ഞു നീങ്ങുകയാണ്. അതിൻ്റെ ഒരു മുന്നൊരുക്കവും കാണുന്നില്ല. അതുകൊണ്ട് നാട്ടുകാർക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് പ്രത്യേകിച്ചും പരാതിയുണ്ട്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.